എല്ലാവർക്കും എജു എംപയറിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് 2025 പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി PR രമേശാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളിയാണ് PR രമേശ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ PR രമേശാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത് ലോകസഭയാണ്. അപ്പോൾ ആദ്യമായിട്ട് ലോകസഭയാണ് ഇന്ത്യൻ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 മെയ് മാസം 11-ാം തീയതിയാണ്. അപ്പോൾ 2005 മെയ് മാസം 11-ാം തീയതിയാണ് വിവരാവകാശ നിയമം ലോകസഭ പാസ്സാക്കുന്നത്. രാജ്യസഭ പാസ്സാക്കുന്നത് 2005 മെയ് മാസം 12-ാം തീയതിയാണ്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2005 ജൂൺ മാസം 15-ാം തീയതി. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയുമാണ്. അപ്പോൾ 2005 മെയ് മാസം 11-ാം തീയതി ലോകസഭ പാസ്സാക്കുന്നു, 2005 മെയ് മാസം 12-ാം തീയതി രാജ്യസഭ പാസ്സാക്കുന്നു. അതിനുശേഷം 2005 ജൂൺ മാസം 15-ാം തീയതിയാണ് പ്രസിഡന്റ് അംഗീകരിക്കുന്നു. ഈ നിയമം 2005 ഒക്ടോബർ മാസം 12-ാം തീയതി നിലയിൽ വരുന്നു. 31 വകുപ്പുകളാണ് ഈ നിയമത്തിലുള്ളത്. എത്ര വകുപ്പുകളുണ്ട് RT ആക്ടിൽ? എത്ര വകുപ്പുകളുണ്ടെന്ന് ചോദിച്ചാൽ 31 വകുപ്പുകളാണ് ഈ ആക്ടിൽ വരുന്നത്. 6 അധ്യായങ്ങളുണ്ട്. 6 അധ്യായങ്ങളുണ്ട്, 31 വകുപ്പുകളുണ്ട്, 2 ഷെഡ്യൂളുണ്ട്. അപ്പോൾ 6 അധ്യായങ്ങളായിട്ട് 31 വകുപ്പ്, 2 ഷെഡ്യൂൾ എന്നിവയാണ് ഈ നിയമത്തിൽ വരുന്നത്. ഒന്നുകൂടെ, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളിയാണ് PR രമേശ്. സ്ത്രീകൾക്കെതിരെ അതിക്രമം തടയാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനുമായി ചേർന്ന് പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ബോധ്യം. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനുമായി ചേർന്ന് പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ബോധ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2021 ഡിസംബറിൽ VD സവർക്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് പോർട്ട് ബ്ലെയറിലാണ്. ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലാണ് 2021 ഡിസംബർ മാസത്തിൽ VD സവർക്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഇപ്പോൾ 2021 ഡിസംബറിൽ VD സവർക്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആൻഡമാനിലെ പോർട്ട് ബ്ലെയറാണ്. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനം കൂടിയാണ് പോർട്ട് ബ്ലെയർ. അവിടെയാണ് VD സവർക്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അതുപോലെ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും പോലീസും കൂടി ചേർന്ന് ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരാണ് ബോധ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യക്ക് 102-ാം സ്ഥാനമാണ്. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യക്ക് 102-ാം സ്ഥാനം. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യക്ക് എത്രയാണ്? 102-ാം സ്ഥാനമാണ്. കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നത് എവിടെയാണ്? കേരളത്തിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ നിർമ്മാണ യൂണിറ്റ് വരുന്നത് എവിടെയാണ്? നെട്ടുകാൽ തേരി, തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് കേരളത്തിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ നിർമ്മാണ യൂണിറ്റ് വരുന്നത്. കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് വരുന്നത്. നെട്ടുകാൽ തേരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകശക്തികളെ ഉൾപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പദ്ധതിയിടുന്ന പുതിയ സഖ്യമാണ് കോർ 5 അല്ലെങ്കിൽ C5 എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകശക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പോകുന്ന പുതിയ സഖ്യമാണ് കോർ 5 അല്ലെങ്കിൽ C5 എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ലോക പട്ടിണി സൂചിക ഇന്ത്യക്ക് 102-ാം സ്ഥാനമാണ്. കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് വരുന്നത്. ഇന്ത്യ ഉൾപ്പെടെ ഉള്ള ലോകശക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിക്കുന്ന പുതിയ സഖ്യത്തിൻ്റെ പേരാണ് C5 അല്ലെങ്കിൽ കോർ 5 എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2026 ഏഷ്യ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാൻ. 2026 ഏഷ്യ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിൻ്റെ പേരാണ് സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിൻ്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ സേവാ തീർത്താണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ സമുച്ചയത്തിൻ്റെ പേര് എന്താണ്? സേവാ തീർത്ത്. രാജ്യത്ത് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ്റെ പുതിയ പേര് എന്താണ്? ലോക് ഭവൻ എന്നാണ്. ഇപ്പോൾ ലോക് ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ. ആ രാജ്ഭവൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ലോക് ഭവൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രാജ്യത്ത്
ഗവർണർമാരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പേരെന്താണ്? ലോക്ഭവൻ ആണ്. ആദ്യകാലത്തെ പേര് രാജ്ഭവൻ ആണ്. അതിപ്പോൾ മാറ്റിയിട്ട് ലോക്ഭവൻ ആണെന്ന് ആക്കിയിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയത്തിൻ്റെ പേരെന്താണ്? സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയത്തിൻ്റെ പേരാണ് സേവാ തീർത്ത്. ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് ലോക്ഭവൻ എന്നാക്കിയത്. അതുപോലെ 2026 ഏഷ്യ ഗെയിംസിന് വേദിയായത് ജപ്പാനാണ്. 2026 ഏഷ്യ ഗെയിംസിന് വേദിയായത് ജപ്പാൻ. 56ാം ഗോവ ഫിലിം ഫെസ്റ്റിവൽ സുവർണ്ണമയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാം ചിത്രമാണ് സ്കിൻ ഓഫ് യൂത്ത്. സംവിധാനം ചെയ്തത് ആഷ്മി ഫെയർ. 56ാം ഗോവ ഫിലിം ഫെസ്റ്റിവൽ സുവർണ്ണമയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാം ചിത്രമാണ് സ്കിൻ ഓഫ് യൂത്ത്. സംവിധാനം ചെയ്തത് ആഷ്മി ഫെയർ ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായത് ഹർമൻപ്രീത് കൗറാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസിഡറാണ് ഹർമൻപ്രീത് കൗർ. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറാണ് ഹർമൻപ്രീത് കൗർ. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് കേന്ദ്രത്തിൽ നോട്ടയ്ക്ക് പകരമായി വന്ന ബട്ടണാണ് എൻഡ് ബട്ടൺ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് കേന്ദ്രത്തിൽ നോട്ടയ്ക്ക് പകരമായി വന്ന പുതിയ ബട്ടണാണ് എൻഡ് ബട്ടൺ. 2025 ഡിസംബർ മാസം 9, 13 തീയതികളിലാണ് വോട്ടെടുപ്പ് നടന്നത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് കേന്ദ്രത്തിൽ നോട്ടയ്ക്ക് പകരമായിട്ട് ഉൾപ്പെടുത്തിയ പുതിയ ബട്ടണാണ് എൻഡ് ബട്ടണാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡറാകുന്ന ആദ്യ വനിതയാണ് ഹർമൻപ്രീത് കൗറാണ്. 56ാം ഗോവ ഫിലിം ഫെസ്റ്റിവൽ സുവർണ്ണമയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാം ചിത്രമാണ് സ്കിൻ ഓഫ് യൂത്ത്. സംവിധാനം ചെയ്തത് ആഷ്മി ഫെയർ. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 മത്സരത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 മത്സരത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ. അവയവദാനത്തിന് കേരളത്തിലെ പുതിയ പദ്ധതിയാണ് കേസ് ഓട്ടോ. അവയവദാനത്തിന് കേരളത്തിൽ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് കേസ് ഓട്ടോ. എന്താണ് കേസ് ഓട്ടോ എന്ന് ചോദിച്ചാൽ അവയവദാനത്തിന് വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് കേസ് ഓട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമായത് ബംഗളൂരുവിലാണ്. 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമായത് ബംഗളൂരു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യമായി ഒരു സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. കേരളത്തിൽ അവയവദാനത്തിന് വേണ്ടി ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് കേസ് ഓട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് അഹമ്മദാബാദാണ്. 2030 നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്, ഗുജറാത്തിലാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ചോദിച്ചാൽ അത് അഹമ്മദാബാദാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിൻ അംഗീകരിച്ച രാജ്യമാണ് ബ്രസീൽ. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിൻ അംഗീകരിച്ച രാജ്യം അത് ബ്രസീലാണ്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിൻ അംഗീകരിച്ച രാജ്യം ബ്രസീലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണിത്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിൻ അംഗീകരിച്ച രാജ്യമാണ് ബ്രസീൽ. ശ്രീലങ്കയിൽ കനത്ത പ്രളയത്തിനിടയാക്കിയ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. പേര് നൽകിയ രാജ്യം യമൻ. 2020 ഡിസംബറിൽ ശ്രീലങ്കയിൽ കനത്ത പ്രളയത്തിനിടയാക്കി ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് ഡിറ്റ്വ. പേര് നൽകിയ രാജ്യം യമനാണ്. ശ്രീലങ്കയിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതം അനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇപ്പോൾ 2025 നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ശ്രീലങ്കയിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റ് വീശിയത്. ഈ സമയത്ത് ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടത്. ഡിറ്റ്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് യമൻ. ഡിറ്റ്വ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം യമനാണ്. അപ്പോൾ ശ്രീലങ്കയിൽ 2025 നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് വീശുന്നത്. ഈ സമയത്ത് ഇന്ത്യ ശ്രീലങ്കയിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് എന്ത്? ഓപ്പറേഷൻ സാഗർ ബന്ധു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ഡിസംബർ മാസം 3-ാം തീയതിയാണ്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ഡിസംബർ മാസം 3-ാം തീയതി. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് ഡിസംബർ മാസം 3-ാം തീയതിയാണ്. 2025 ലോക എയ്ഡ്സ് ദിനമായി ഡിസംബർ 1 ആചരിച്ചു. 2025 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് ഓവർകമ്മിങ് ഡിസ്ട്രപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ്. ഓവർകമ്മിങ് ഡിസ്ട്രപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ് എന്നുള്ളതാണ്. അപ്പോൾ ഡിസംബർ 1 എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. 2025 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് ഓവർകമ്മിങ് ഡിസ്ട്രപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ്. 2024 ലോക എയ്ഡ്സ് ദിന പ്രമേയമാണ് അവകാശത്തിൻ്റെ പാത സ്വീകരിക്കുക, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ്. അപ്പോൾ 2024 എയ്ഡ്സിൻ്റെ പ്രമേയമാണ് അവകാശത്തിൻ്റെ പാത സ്വീകരിക്കുക, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ്. 2025 പ്രമേയമാണ് ഓവർകമ്മിങ് ഡിസ്ട്രപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ്. 2023 പ്രമേയമാണ് സമൂഹങ്ങൾ നയിക്കട്ടെ. 2023 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് സമൂഹങ്ങൾ നയിക്കട്ടെ, ലെഡ് കമ്മ്യൂണിറ്റീസ് ലെഡ്. ലോകത്ത് എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്
അമേരിക്കയിലാണ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അമേരിക്കയിലാണ്. ഏത് വർഷമാണ് ലോകത്ത് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്? 1981. അപ്പോൾ ലോകത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത വർഷം 1981 അമേരിക്കയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. ഏത് വർഷമാണ് എയ്ഡ്സ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്? 1986. 1986 ഇന്ത്യയിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്തനംതിട്ട ജില്ല. ഒന്നുകൂടെ, ലോകത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിലാണ്. ലോകത്തിൽ ആദ്യമായി ഏത് വർഷമാണ് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? 1981. 1981 ലോകത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1986. 1986 ഇന്ത്യയിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി എയ്ഡ്സ് കണ്ടെത്താനുള്ള പ്രാഥമിക പരിശോധനയാണ് എലീസ ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എയ്ഡ്സ് കണ്ടെത്താനുള്ള പ്രാഥമിക പരിശോധനയാണ് എലീസ ടെസ്റ്റ്. എയ്ഡ്സ് സ്ഥിരീകരിക്കാനുള്ള പരിശോധനയാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. അപ്പോൾ എയ്ഡ്സുമായി ബന്ധപ്പെട്ട് 2 പരിശോധനയുണ്ട് പ്രധാനമായിട്ടും. അതൊന്ന് എലീസ, മറ്റൊന്ന് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. എയ്ഡ്സ് പരിശോധിക്കുന്ന പ്രാഥമിക പരിശോധനയാണ് എയ്ഡ്സ് കണ്ടെത്താനുള്ള പ്രാഥമിക പരിശോധനയാണ് എലീസ ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എയ്ഡ്സ് സ്ഥിരീകരിക്കാനുള്ള പരിശോധനയാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് വിമാനത്താവളം ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് എയർപോർട്ടാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് എയർപോർട്ടാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് എയർപോർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ എയർപോർട്ടാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, അല്ലെങ്കിൽ സിയാൽ. അപ്പോൾ സിയാൽ എന്നറിയപ്പെടുന്ന കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചി സിയാൽ എയർപോർട്ടാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ കാർബൺ ന്യൂട്രൽ വിമാനത്താവളം ഏതാണ്? ലേ വിമാനത്താവളമാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാർബൺ ന്യൂട്രൽ വിമാനത്താവളമാണ് ലേ വിമാനത്താവളം. 2026 നടക്കുന്ന ഏഷ്യ ഗെയിംസിന് വേദിയാകുന്നത് ജപ്പാനാണ്. 2026 നടക്കുന്ന ഏഷ്യ ഗെയിംസ് വേദിയാകുന്ന രാജ്യം ജപ്പാനാണ്. ജപ്പാൻ 3ാം തവണയാണ് ഏഷ്യ ഗെയിംസിന് വേദിയാകുന്നത്. ജപ്പാൻ ആദ്യമായി ഏഷ്യൻ ഗെയിംസിന് വേദിയായത് 1958. അപ്പോൾ ജപ്പാൻ ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് വേദിയായത് ഏത് വർഷമാണ്? 1958. 1958 ജപ്പാൻ ആദ്യമായിട്ട് ഏഷ്യ ഗെയിംസിന് വേദിയായ ടോക്കിയോ ആണ് വേദി. അപ്പോൾ ജപ്പാനിലെ ടോക്കിയോ ആണ് ആദ്യമായിട്ട് ഏഷ്യ ഗെയിംസിന് ജപ്പാൻ വേദിയായത്. അപ്പോൾ ജപ്പാൻ ആദ്യമായിട്ട് ഏഷ്യ ഗെയിംസ് വേദിയായ വർഷം 1958. എവിടെയാണ് എന്ന് ചോദിച്ചാൽ ടോക്കിയോയിലാണ്. രണ്ടാമതായി ജപ്പാൻ ഏഷ്യ ഗെയിംസ് വേദിയായത് 1994. രണ്ടാമതായി ജപ്പാൻ 1994. അത് ഹിരോഷിമയിലാണ് വേദിയാകുന്നത്. 94 രണ്ടാമതായി ജപ്പാൻ ഏഷ്യ ഗെയിംസ് വേദിയാകുന്നു. ഇനി 2026 3ാം തവണയാണ് ജപ്പാൻ ഏഷ്യ ഗെയിംസിന് വേദിയാകുന്നത്. 2026 സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ ഐച്ചി പ്രവിശ്യയിലും തലസ്ഥാനമായ നഗോയയിലുമാണ് 2026 ഏഷ്യ ഗെയിംസ് നടക്കുന്നത്. ഇപ്പോൾ 2026 സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ ഐച്ചി പ്രവിശ്യയിലും തലസ്ഥാനമായ നഗോയയിലുമാണ് 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. പ്രധാന സ്റ്റേഡിയമാണ് പലോമ മിസുഹോ സ്റ്റേഡിയമാണ് പ്രധാന സ്റ്റേഡിയം. ഇപ്പോൾ 2026 ജപ്പാനിലാണ് ഏഷ്യ ഗെയിംസ് നടക്കുന്നത്. പ്രധാന സ്റ്റേഡിയമാണ് ജപ്പാനിലെ പലോമ മിസുഹോ സ്റ്റേഡിയം. 2026 ഏഷ്യ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് ഇമാജിൻ 1 ഏഷ്യ. 2026 ഏഷ്യ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് ഇമാജിൻ 1 ഏഷ്യ. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് ഇമാജിൻ 1 ഏഷ്യ എന്നുള്ളത്. 2026 നടക്കുന്ന ഏഷ്യ ഗെയിംസ് വേദി ജപ്പാനാണ്. ജപ്പാൻ 3ാം തവണയാണ് ഏഷ്യ ഗെയിംസ് വേദിയാകുന്നത്. ജപ്പാൻ ആദ്യമായിട്ട് ഏഷ്യ ഗെയിംസ് വേദിയായ ടോക്കിയോ, രണ്ടാമത് വേദിയായ ഹിരോഷിമ. അതുപോലെ 2026 ഏഷ്യ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് ഇമാജിൻ 1 ഏഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ജപ്പാൻ ആയുധം വഹിക്കുന്ന 3ാമത്തെ ഏഷ്യൻ ഗെയിംസാണ് 1958 ടോക്കിയോ, 94 ഹിരോഷിമ എന്നിവയായിരുന്നു മുൻ വേദികൾ. ഇനി 2022 നടന്ന 2022 ഏഷ്യൻ ഗെയിംസ് 2023 നടന്നത്. ചൈനയിലെ ഹാങ്ഷോയിലാണ് നടന്നത്. അപ്പോൾ 2022 നടക്കേണ്ട ഏഷ്യൻ ഗെയിംസ് നടന്നത് 2023 ചൈനയിലെ ഹാങ്ഷോയിലാണ് 2022 ഏഷ്യൻ ഗെയിംസ് നടന്നത്. 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ഇനി 2030 നടക്കുന്ന ഏഷ്യ ഗെയിംസ് വേദിയാകുന്നത് ദോഹ, ഖത്തർ. 2030 നടക്കാൻ പോകുന്ന ഏഷ്യ ഗെയിംസ് വേദിയാകുന്നത് ദോഹയാണ്. ഖത്തറിലെ ദോഹയാണ് 2030 നടക്കാൻ പോകുന്ന ഏഷ്യ ഗെയിംസിന് വേദി.
2034 നടക്കാൻ പോകുന്ന ഏഷ്യ ഗെയിംസ് വേദിയാകുന്ന റിയാദ്, സൗദി അറേബ്യ. അപ്പോൾ സൗദി അറേബ്യയിലെ റിയാദാണ് 2034 നടക്കാൻ പോകുന്ന ഏഷ്യ ഗെയിംസിന് വേദിയാകുന്നത്. ഏഷ്യൻ ഗെയിംസ് ആദ്യമായി സംഘടിപ്പിച്ചത് 1951 ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് ആദ്യമായി നടന്നത് 1951 ഏഷ്യൻ ഗെയിംസ് ആദ്യമായി നടന്നത് ഏത് വർഷമാണ്? 1951 ന്യൂഡൽഹി ആയിരുന്നു വേദിയായത്. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് ആദ്യമായി നടന്നത് 1951, ന്യൂഡൽഹിയാണ് വേദിയായത്. 2030 നടക്കാൻ പോകുന്ന ഏഷ്യ ഗെയിംസ് വേദിയായത് ഖത്തറിലെ ദോഹയാണ്. 2034 നടക്കാൻ പോകുന്ന ഏഷ്യ ഗെയിംസ് വേദിയാകുന്ന സൗദി അറേബ്യയിലെ റിയാദാണ്. ഏഷ്യ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗുരുദത്ത് സോന്തി. ഏഷ്യ ഗെയിംസിലെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗുരുദത്ത് സോന്തിയാണ്. ഏഷ്യ ഗെയിംസിൽ പിതാവ് ആരാ? ഗുരുദത്ത് സോന്തിയാണ്. ഏഷ്യ ഗെയിംസിൽ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗുരുദത്ത് സോന്തി. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് സംഘാടകർ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുക. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് ഏഷ്യ ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. 2 തവണയാണ് ഇന്ത്യ ഏഷ്യ ഗെയിംസിൽ ആതിഥ്യം വഹിച്ചത്. അപ്പോൾ ഇന്ത്യ 2 തവണ എന്ത് ചെയ്തു? ഏഷ്യ ഗെയിംസിൽ ആതിഥ്യം വഹിച്ചു. ആദ്യമായി 1951 പിന്നീട് 82 അപ്പോൾ 2 തവണ ഇന്ത്യ ഏഷ്യ ഗെയിംസിൽ ആതിഥ്യം വഹിച്ചു. ആദ്യമായിട്ട് ഇന്ത്യ ഏഷ്യ ഗെയിംസ് ആതിഥ്യം വഹിച്ചത് 1951, രണ്ടാമതായി ഇന്ത്യ ആതിഥ്യം വഹിച്ചത് 1982. അടുത്ത ഇന്ത്യ നടത്തിയ പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളാണ്. ഒന്നാമത് ഓപ്പറേഷൻ സിന്ധു ആണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ആരംഭിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇപ്പോൾ 2025 ഓപ്പറേഷൻ സിന്ധു ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്ന ഇന്ത്യ ആരംഭ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. അപ്പോൾ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ സേന നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഓപ്പറേഷൻ അജയ്. ഇസ്രയേൽ പാലസ്തീൻ മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെയും നേപ്പാൾ സ്വദേശികളെയും ഒഴിപ്പിക്കാനുള്ള ഇന്ത്യൻ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ അജയ്. ഇപ്പോൾ ഇസ്രയേൽ പാലസ്തീൻ സംഘർഷാവസ്ഥയിൽ അവിടെയുള്ള ഇന്ത്യക്കാരെയും നേപ്പാൾ സ്വദേശികളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഓപ്പറേഷൻ ദേവി ശക്തി. 2021 അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെയും വിദേശികളെയും ഒഴിപ്പിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ 2021 അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെയും വിദേശികളെയും ഒഴിപ്പിക്കാനായി വേണ്ടി ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്പറേഷൻ അജയ് എന്ന് പറയുമ്പോൾ ഇസ്രയേൽ പാലസ് സംഘർഷാവസ്ഥയിൽ ഇന്ത്യൻ പൗരന്മാരെയും നേപ്പാൾ സ്വദേശികളെയും രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ സേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2021 അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെയും വിദേശികളെയും ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഓപ്പറേഷൻ മൈത്രി എന്താണ്? നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ നടത്തിയ വിപുലമായ രക്ഷാപ്രവർത്തനം. നേപ്പാൾ ഭൂകമ്പ സമയത്ത് ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ മൈത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേപ്പാൾ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ മൈത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഓപ്പറേഷൻ ദോസ്ത് എന്താണ്? 2021 ഫെബ്രുവരിയിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പം ഉണ്ടായി. അതിന് തുർക്കിയെയും സിറിയയെയും സഹായിക്കുന്ന ഇന്ത്യ നടപ്പിലാക്കിയ ദുരിതാശ്വാസ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. ഇപ്പോൾ 2023 ഫെബ്രുവരിയിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് തുർക്കിയെയും സിറിയയെയും സഹായിക്കുന്നതിനായി ഇന്ത്യ നടപ്പാക്കിയ ദുരിതാശ്വാസ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? 2023 ഫെബ്രുവരിയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് തുർക്കിയെയും സിറിയയെയും സഹായിക്കുന്നതിനായി ഇന്ത്യ നടപ്പാക്കിയ ദുരിതാശ്വാസ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യ നടത്തിയ പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് ഓപ്പറേഷൻ സിന്ധു ആണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ദൗത്യം. അപ്പോൾ ഇറാൻ ഇസ്രയേൽ സംഘർഷാവസ്ഥയിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ അജയ് എന്ന് പറയുമ്പോൾ ഇസ്രയേൽ പാലസ്തീൻ മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെയും നേപ്പാൾ സ്വദേശികളെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അത് ഓപ്പറേഷൻ ദേവി ശക്തി. 2021 അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെയും വിദേശികളെ ഒഴിപ്പിക്കാനായി ഇന്ത്യ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഓപ്പറേഷൻ മൈത്രി. നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ നടത്തിയ വിപുലമായ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ മൈത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ദോസ്ത് 2023 ഫെബ്രുവരിയിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് തുർക്കിയെയും സിറിയയെയും സഹായിക്കാൻ വേണ്ടി ഇന്ത്യ നടപ്പാക്കിയ ദുരിതാശ്വാസ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ ഓൾ.